എനിമിത്തി. രണ്ട് കൈകളിലും കർത്തരീമുഖം പിടിച്ചുകൊണ്ട് കാണിക്കുന്നു എനിമിത്തി. എനിമിത്തി തന്നെ മറ്റൊരു വിധത്തിൽ കാണിക്കാം. രണ്ട് കൈകളിലും ശുകതുണ്ടമാണ് പിടിക്കുന്നത്. ഇത് ഒരു ഗ്രാമ്യ ഹസ്തമാണ്. എനിമി പല്ലവ ഹസ്തമാണ് എനിമി എന്നുള്ളതിന് പിടിക്കുന്നത്. നെക്സ്റ്റ് ഇനഫ്. രണ്ട് കൈകളിലും മുകളം പിടിച്ച് വിടുന്നു. അടുത്തത് എൻ്റർ. എൻ്റർ ചെയ്യുക. മുഷ്ടി പിടിച്ച് പതാകത്തിലേക്ക് കാണിച്ചുകൊണ്ടാണ് എൻ്റർ കാണിക്കുന്നത്. ഈക്വൽ. ഇരു കൈകളിലും ഹംസപക്ഷം പിടിച്ച് മുദ്രാഖ്യത്തിലേക്ക് മാറ്റി പിന്നീട് വിടുന്നു. ഈക്വൽ. എറർ. ഇരു കൈകളിലും കപിത്തഹസ്തം പിടിച്ച് കാണിക്കുന്നു. ഈവനിങ്. സൂര്യൻ എന്ന ഹസ്തം പിടിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതും മധ്യാഹ്നത്തിലേക്ക് വരുന്നതും ഈവനിങ്ങിലേക്ക് പോകുന്നതും കാണിച്ചാണ് ഈവനിങ് എന്ന് കാണിക്കുക. എവ്രിഡേ. ഒരു ദിവസം എന്ന് കാണിക്കുന്നതിന് ഒരു തവണ പതാകം കൊണ്ട് കാണിക്കും. രണ്ട് കൈകളിലും പതാകം പിടിക്കണം. റൈറ്റ് കൈ കൊണ്ട് മാത്രം ഒരു തവണ കാണിക്കും. എന്നാൽ എവ്രിഡേ എന്ന് കാണിക്കുമ്പോൾ വീണ്ടും വീണ്ടും റൈറ്റിലും ലെഫ്റ്റിലും മാറി മാറി കാണിക്കണം. എവ്രിവൺ. അത് സൂചികാമുഖം പിടിച്ചുകൊണ്ടാണ് എവ്രിവൺ എന്ന് കാണിക്കുക. എക്സലൻ്റ് എന്ന് കാണിക്കുന്നത് രണ്ട് വിധം കാണിക്കുന്നുണ്ട്. ഒന്ന്, രണ്ട് കൈകളിലും ഹംസപക്ഷം പിടിച്ച് സൂചികാമുഖത്തിലേക്ക് വിടുന്നത്. മറ്റൊന്ന് മുദ്രാഖ്യം പിടിച്ചുകൊണ്ട് കാണിക്കുന്നു. ഇത് ഒരു ഗ്രാമ്യഹസ്തമാണ്. എക്സെട്ര. ഹംസപക്ഷം പിടിച്ച് പിന്നീട് കത്തറിമുഖത്തിലേക്ക് മാറ്റി വീണ്ടും ഹംസപക്ഷത്തിലേക്ക് വിടുന്നു. എക്സ്പ്ലെയിൻ. രണ്ടു കൈകളിലും മുഷ്ടി പിടിച്ചുകൊണ്ടാണ് എക്സ്പ്ലെയിൻ എന്ന മുദ്ര കാണിക്കുന്നത്. എക്സ്പ്രഷൻ. ഇതൊരു ഗ്രാമ്യഹസ്തമാണ്. ഈ അലപത്മം എന്ന ഹസ്തമാണ് ഇതിനുപയോഗിക്കുന്നത്. ഇത് അഭിനയദർപ്പണത്തിലെ അലപത്മം എന്ന് പറയുന്നു. എന്നാൽ അലപല്ലവം എന്നും ഇതിന് പറയുന്നുണ്ട്. അത് കാർത്തിക തിരുനാളിൻ്റെ ബാലരാമഭരതത്തിൽ ഉള്ളത് അലപല്ലവം എന്നാണ് ഈ മുദ്രയുടെ പേര്. അപ്പോൾ ഈ മുദ്ര നമ്മൾ അലപല്ലവം എന്നുള്ള മുദ്ര ആണ് എക്സ്പ്രഷൻ എന്നുള്ളതിന് കാണിക്കുന്നത്. ഇതൊരു ഗ്രാമ്യ മുദ്ര കൂടിയാണ്. ബാലരാമഭരതത്തിലെയും എല്ലാം അഭിനയദർപ്പണത്തിലെയും ഹസ്തലക്ഷണ ദീപികയിലെ അല്ലാതെ നാം ഉപയോഗിക്കുന്നുണ്ട് മുദ്രകൾ. ഇനിയുള്ളത് ഐ എന്നാണ്. ഐ എന്ന് കാണിക്കുന്നതിന് രണ്ട് കൈകളിലും ശിഖരഹസ്തമാണ് പിടിക്കുന്നത്. ഇത് പിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശിഖരഹസ്തം ചേർത്ത് പിടിക്കണം. കൈയിൻ്റെ വിരലുകൾ വല്ലാതെ വിടർത്തി പിടിക്കാൻ പാടില്ല. ശിഖരഹസ്തം. ഇനിയുള്ളത് ഐബ്രോ. അത് ഇരു കൈകളിലും സൂചികാമുഖം എന്ന ഹസ്തം പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എഫ് എന്ന ആൽഫബറ്റിലേക്ക് കടക്കാം. ഫാബുലസ്. ആദ്യത്തെ ആണ് ഫാബുലസ്. ഈ ഫാബുലസ് എന്നതിന് രണ്ട് അർത്ഥം കാണിക്കാം. ഒന്ന് ബ്യൂട്ടിഫുൾ എന്നുള്ളതും മറ്റൊന്നത് വണ്ടർഫുൾ എന്നും. ബ്യൂട്ടിഫുൾ എന്ന് കാണിക്കുമ്പോൾ ഇടത് കൈയിൽ സൂചികാമുഖവും വലത് കൈയിൽ അലപത്മവുമാണ് പിടിക്കുന്നത്.
രണ്ടാമത്തത് വണ്ടർഫുൾ എന്ന് കാണിക്കുന്നതിന്, അത് നമ്മൾ ഗ്രാമ്യഹസ്തമാണ്. വണ്ടർഫുൾ എന്ന് കാണിക്കുമ്പോൾ അഭിനയത്തോടു കൂടി എല്ലാ ഹസ്തങ്ങളും നമ്മൾ അഭിനയത്തോടു കൂടി തന്നെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ വണ്ടർഫുൾ എന്നുള്ളത് ഒരു ഗ്രാമ്യഹസ്തമാണ്. അടുത്തത് ഫേസ്. ഹംസപക്ഷത്തിൽ നിന്നും കർത്തരീമുഖത്തിലേക്കാണ് ഫേസ് എന്ന ഹസ്തം പ്രയോഗിക്കേണ്ടത്. ഫെയിൻറ്റ് സൂചികാമുഖമാണ് ഈ വേർഡിന് ഉപയോഗിക്കുന്ന ഹസ്തം. ഫേക്ക് എന്നുള്ളതിന് നുണ എന്നും ചതി എന്നും അർത്ഥമുണ്ട്. അതിന് രണ്ടിനും ഇരു കൈകളിലും ഹംസപക്ഷം പിടിച്ചുകൊണ്ടാണ് പ്രയോഗിക്കുക. ഫാൾ വീഴുക, അത് ശിഖരഹസ്തമാണ്, രണ്ട് കൈകളിലും പിടിക്കുക. ഫെയിം കർത്തരീമുഖം എന്ന ഹസ്തമാണ് ഫെയിം എന്നുള്ളത് പിടിക്കുക, അത് ഇരു കൈകളിലും കർത്തരീമുഖം. നെക്സ്റ്റ് ഫാൻ എന്നുള്ളതിന് നമ്മൾ വിഷറി എന്നൊക്കെ ഉള്ള വീശിക്കൊടുക്കുന്നതിന് കാണിക്കുന്നത് മാതിരിയാണ് ഫാൻ കാണിക്കേണ്ടത്. അത് രണ്ട് കൈകൾ കൊണ്ടും ഒരാളെ വീശിക്കൊടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നാം തന്നെ വീശുമ്പോൾ ഒരു കൈ കൊണ്ട് വീശുന്നത് പോലെയോ ഫാൻ കാണിക്കാം. ഇത് കൂടാതെ ചാമരം എന്ന ഒരർത്ഥം കൂടി ഫാൻ എന്നതിൽ നാം കാണിക്കാറുണ്ട്. ഇനി ഫാങ് എന്നാൽ ദംഷ്ട്രം എന്നാണ് അർത്ഥം. ഇത് മുകുരം പിടിച്ചാണ് കാണിക്കാറ്. ഫാർ ദൂരെ എന്ന് കാണിക്കുന്നതിന് പതാകഹസ്തമാണ് ഉപയോഗിക്കുക. ഫാസ്റ്റ് പെട്ടെന്ന് എന്ന് ഇത് സ്പീഡിൽ എന്നൊക്കെ കാണിക്കുന്നതിന് നമ്മൾ സാധാരണ ഗ്രാമ്യമുദ്രയാണ് ഉപയോഗിക്കുന്നത്, സ്പീഡ്. ഫാറ്റ് എന്ന് കാണിക്കുന്നതിന് ഹംസപക്ഷവും മുഷ്ടിയും രണ്ടും ഉപയോഗിക്കാറുണ്ട്. ഹംസപക്ഷം, മുഷ്ടി. ഫെയ്റ്റ് തലവര. ഇടത് കൈയിൽ സൂചികാമുഖം പിടിച്ചുകൊണ്ട് വലത് കൈ അരാളം പിടിച്ച് എഴുതുന്നത് പോലെ കാണിക്കുക. ഫോൾട്ട് കപിത്തഹസ്തമാണ് ഫോൾട്ട് തെറ്റ് എന്നുള്ളതിന് കാണിക്കാറ്. ഫിയർ രണ്ട് കൈകളിലും ഭ്രമരം പിടിച്ചുകൊണ്ടാണ് ഫിയർ എന്ന മുദ്ര കാണിക്കുക. ഫീൽ തോന്നുക, അരാളഹസ്തം ആണ് ഫീൽ എന്നതിന് ഉപയോഗിക്കാറ്. ഫെസ്റ്റിവൽ സൂചികാമുഖം ഇടത് കൈയിലും വലത് കൈയിൽ അലപത്മവും ഉപയോഗിക്കുന്നു. ഫിൽ നിറയുക, അത് ഇരു കൈകളിലും ഹംസപക്ഷം എന്ന ഹസ്തമാണ് ഉപയോഗിക്കുന്നത്. ഫയർവുഡ് വിറക് രണ്ട് കൈകളിലും മുഷ്ടിഹസ്തമാണ് ഉപയോഗിക്കുക. നെക്സ്റ്റ് ഫേം ഉറച്ചത് എന്ന് കാണിക്കുന്നത് ഒരു കൈയിൽ മുഷ്ടി പിടിച്ചുകൊണ്ട് കാണിക്കുന്നു. ഫിഷ് ഇരു കൈകളിലും ഹംസപക്ഷം പിടിച്ചുകൊണ്ട് ചെയ്യുന്നു. 5 ഇടത് കൈയിൽ മുകുളം പിടിച്ച് വലത് കൈയിൽ സൂചികാമുഖം പിടിച്ചുകൊണ്ട് ചെയ്യുന്നു. ഫ്ലാഗ് ഇരു കൈകളിലും പതാകഹസ്തമാണ് ഉപയോഗിക്കുന്നത്. ഫ്ലെയിം അഗ്നിജ്വാല അഗ്നി എന്ന് കാണിക്കുന്നതിന് മുകുളം പിടിച്ച് വിട്ട് ഊർണ്ണനാഭത്തിലാണ് അഗ്നി കാണിക്കുക. അഗ്നിജ്വാല എന്ന് കാണിക്കുമ്പോൾ അതിൽ ശിഖരം കൂടി വരുന്നുണ്ട്. ഫ്ലോ മുഷ്ടി പിടിച്ചതിന് ശേഷം ഹംസപക്ഷത്തിൽ വിട്ട് ഫ്ലോ എന്ന് കാണിക്കുന്നു. ഫ്ലവർ ഹംസപക്ഷം പിടിച്ച് കടകത്തിൽ വിടുന്നു. ഫോളോ ഇരു കൈകളിലും പതാകം പിടിച്ചുകൊണ്ട് ചെയ്യുന്നു. ഫുഡ് ഇടത് കൈയിൽ ഹംസപക്ഷം പിടിച്ച് വലത് കൈയിൽ മുകുളം പിടിച്ചുകൊണ്ട് കാണിക്കുന്നു. ഫുട്ട് ഇരു കൈകളിലും പതാകമാണ് പിടിക്കുന്നത്. ഫോറസ്റ്റ് ആദ്യം മരം എന്ന് കാണിച്ചതിന് ശേഷം തിങ്ങിക്കിടക്കുന്ന വനം എന്ന് കാണിക്കുന്നതിന്
ആദ്യം ഇരു കൈകളിലും അരാളം പിടിച്ചതിന് ശേഷം സൂചികാമുഖത്തിലേക്ക് വിട്ടുകൊണ്ട് വീണ്ടും ഊർണ്ണനാഭത്തിൽ കാണിക്കുന്നു. ഫോർഹെഡ്, സൂചികാമുഖത്തിലാണ് ഫോർഹെഡ് എന്ന് കാണിക്കുന്നത്. ഫോർഗെറ്റ്, ഇടത് കൈയിൽ മുദ്രാഖ്യം പിടിച്ച് മനസ്സ് എന്ന് കാണിച്ചുകൊണ്ട് മനസ്സിൽ നിന്നും വിടുക, അതാണ് ഫോർഗെറ്റ്. അപ്പോൾ ഇടത് കൈയിൽ മുദ്രാഖ്യം പിടിച്ച് വലത് കൈയിൽ മുഷ്ടി പിടിച്ചതിന് ശേഷം ഹംസപക്ഷത്തിലേക്ക് വിടുന്നു. ഫൊർഗീവ്, ക്ഷമിക്കുക എന്നുള്ളതിന് ഇടത് കൈയിൽ മുദ്രാഖ്യം പിടിച്ചതിന് ശേഷം വലത് കൈയിൽ ഹംസപക്ഷം പിടിച്ച് മുഷ്ടിയിലേക്ക് കൊണ്ടുവരുന്നു. ഫോർ ദാറ്റ്, അതുകൊണ്ട് എന്നുള്ളതിന് ആദ്യം സൂചികാമുഖം പിടിച്ചതിന് ശേഷം അത് വലതു കൈയിൽ സൂചികാമുഖം പിടിച്ചതിന് ശേഷം ഇടത് കൈയിൽ കൊണ്ട് മുദ്രാഖ്യം പിടിച്ച് ഫോർ ദാറ്റ് എന്ന് കാണിക്കുന്നു. ഫോർച്യൂൺ, അത് രണ്ട് വിധത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. രണ്ട് കൈകളും തലയ്ക്ക് മുകളിൽ മുകുളം പിടിച്ച് അലപത്മത്തിലേക്ക് വിടുന്നത് പോലെയും, അതാണ് ആദ്യത്തത്. രണ്ടാമത്തത് നെഞ്ചിന് നേരെയും ഇടത് കൈയും വലത് കൈ തലയ്ക്ക് മുകളിലും ഇത് തന്നെ മുകുളം പിടിച്ച് അലപത്മത്തിലേക്ക് ഇടുന്നു. ഫ്രണ്ട്, ഇരു കൈകളിലും പതാകഹസ്തമാണ് ഫ്രണ്ടിന് പിടിക്കുന്നത്. ഫുൾ, നിറയുക, അതിന് ഹംസപക്ഷഹസ്തമാണ് ഫുൾ എന്നതിന് കാണിക്കുന്നത്. ഫുൾ മൂൺ എന്ന് കാണിക്കുമ്പോൾ ആദ്യം നമ്മൾ വലത് കൈയിൽ അരാളം പിടിച്ചിട്ട് ഒരു വട്ടം ചുറ്റുന്നത് പോലെ ചെയ്തതിന് ശേഷം ചന്ദ്രൻ എന്ന ഹസ്തം പിടിക്കുന്നു. ചന്ദ്രൻ എന്ന ഹസ്തത്തിന് മുഷ്ടി പിടിച്ച് ഹംസപക്ഷത്തിലേക്ക് വിടും.